ചുവടെ സൂചിപ്പിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുക. 1898 കൊടുങ്ങല്ലൂരിൽ ജനനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ സജീവ പങ്കാളിത്തം. പിൽക്കാലത്ത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഫോർവേഡ് ബ്ലോക്കിൽ ആകൃഷ്ടനായി. അൽ-അമീൻ ദിനപത്രത്തിൻ്റെ സ്ഥാപകനും എഡിറ്ററും. ഉത്തരം ഡി. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറിപ്പഴം എന്ന് ഡൽഹൗസി വിശേഷിപ്പിച്ചത് ഏത് പ്രദേശത്തെ? ഉത്തരം ബി. അവധ്. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെടാത്ത തീരുമാനങ്ങൾ കണ്ടെത്തുക. ഉത്തരം എ. 3 മാത്രം. നിസ്സഹകരണ സമരം ആരംഭിക്കുക. 1921 താഴെ പറയുന്നവയിൽ ഏത് സംഭവത്തിൻ്റെ ശതാബ്ദി വർഷമാണ്? ഉത്തരം എ. വാഗൺ ട്രാജഡി. താഴെ പറയുന്ന ജോഡികൾ പരിഗണിക്കുക. ഇവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഉത്തരം ബി. 1, 2, 3. താഴെ കൊടുത്തിട്ടുള്ളവയെ കാലഗണനാടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ഉത്തരം സി. 2, 4, 1, 3. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം. വളരെ പ്രസിദ്ധമായ മൂഗ സിൽക്സ് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ബി. ആസാം. GPS ഉപയോഗിച്ച് ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ്? ഉത്തരം ഡി. 4 ഉപഗ്രഹം. ഒഡീഷയിലെ കോരാപുട്ട് ജില്ലയിൽ നിന്നുത്ഭവിക്കുന്ന ടെൽ നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ഉത്തരം എ. മഹാനദി. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ റാബി വിളയായി മാത്രം കൃഷി ചെയ്യുന്നതേത്? ഉത്തരം ഡി. ബാർലി, പയറുവർഗ്ഗം. ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശമേത്? ഉത്തരം ബി. പശ്ചിമഘട്ടം. തിഭായ് മുഖ് ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിനു കാരണമാണ്? ഉത്തരം എ. ഇന്ത്യ, ബംഗ്ലാദേശ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ഉത്തരം എ. ശക്തികാന്ത ദാസ്. താഴെ പറയുന്നവയിൽ നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഡി. 1, 2, 3. ബി. ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകരിക്കപ്പെട്ടത്. കൃഷിക്കും ഗ്രാമവികസനത്തിനുമായുള്ള ഭാരതത്തിലെ ദേശീയ ബാങ്കാണ് നബാർഡ്. നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബാംഗങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഉത്തരം ഡി. ഉജ്ജീവനം പദ്ധതി. ഗോൾഡൻ റവല്യൂഷൻ, സുവർണ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഡി. ഹോർട്ടിക്കൾച്ചർ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഉത്തരം സി. ഇന്ത്യ. ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത്? ഉത്തരം എ. PC മഹലനോബിസ്. ധനബില്ലിനെ സംബന്ധിച്ചുള്ള ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം? ഉത്തരം എ. 109. താഴെ കൊടുത്തതിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്? ഉത്തരം ബി. 2, 3. മായം ചേർക്കൽ, തൊഴിൽ ഇവ രണ്ടും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല? ഉത്തരം ബി. 2. വോട്ടർ പട്ടിക തയ്യാറാക്കുക. വോട്ടർ പട്ടിക തയ്യാറാക്കുക എന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്? ഉത്തരം എ. 1949 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ച്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് 1989 ശുപാർശ ചെയ്തത്? ഉത്തരം സി. P.K. തുങ്കൻ കമ്മിറ്റി.
താഴെ കൊടുത്തിരിക്കുന്നതിൽ ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവ്. ഉത്തരം സി 1, 2, 3. ഹേബിയസ് കോർപ്പസ്, ക്വോ വാറന്റോ, സെർഷ്വറി. താഴെ കൊടുത്തതിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത്. ഉത്തരം ഡി 2, 4. അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും, പരിസ്ഥിതി സംരക്ഷണം. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതി. ഉത്തരം ബി 44. ഇന്ത്യൻ പാർലമെൻറ്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത് 2019 ഓഗസ്റ്റ് 15. കേരളത്തിൽ 14-ാം പഞ്ചവത്സര പദ്ധതി കാലം. ഉത്തരം ബി 2022, 2027. 2022 മുതൽ 2027 വരെയാണ് 14-ാം പഞ്ചവത്സര പദ്ധതി കാലം. താഴെ കൊടുത്തിരിക്കുന്നതിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത്. ഉത്തരം ഡി 4, കുടുംബശ്രീ. കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടനാ അനുച്ഛേദം. ഉത്തരം എ 243I, 243Y. 2023 ഏപ്രിൽ 1 മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിൽ ഉണ്ടായ വർധനവ്. ഉത്തരം എ 22 രൂപ. പട്ടിക 1, പട്ടിക 2 എന്നിവയുമായി പൊരുത്തപ്പെടുന്ന ശരിയായ ഉത്തരം താഴെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ഉത്തരം എ 4, 5, 1, 3. അടുത്തിടെ ലോകാരോഗ്യ സംഘടന R21/M വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോടുകൂടെ അംഗീകരിച്ചത്? ഉത്തരം ഡി മലേറിയ. താഴെ നൽകിയിരിക്കുന്ന അവകാശവാദവും കാരണവും ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. അവകാശവാദം: ഹൃദയമിടിപ്പ് നിലയ്ക്കുമ്പോൾ അത് ഹൃദയസ്തംഭനം എന്നറിയപ്പെടുന്നു. കാരണം ഹൃദയസ്തംഭനം മൂലം ഹൃദയാഘാതം സംഭവിക്കുന്നു. ഉത്തരം സി വാദം ശരിയാണ്, കാരണം തെറ്റാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ബെറിബെറിയെ സംബന്ധിച്ച് ശരിയായ ഓപ്ഷൻ ഏതെന്ന് തിരഞ്ഞെടുക്കുക. ഉത്തരം എ 2, 4, 5. തയാമിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം. ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായി മിനുക്കിയ അരി ഉൾപ്പെടുത്തുന്നതായി കണ്ടുവരുന്നു. ന്യൂറൈറ്റിസ്, പക്ഷാഘാതം, പേശിവേദന, മാനസിക തകർച്ച, ഹൃദയസ്തംഭനം എന്നിവയാണ് ലക്ഷണങ്ങൾ. 2023 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP28 നടന്നത് എവിടെ വച്ചാണ്? ഉത്തരം സി UAE. ടി ലിംഫോസൈറ്റിൻ്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി ഏത്? ഉത്തരം ബി തൈമസ് ഗ്രന്ഥി. ഏത് താപനിലയിൽ സെൻറ്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമായിരിക്കും? ഉത്തരം ബി -40 ഡിഗ്രി സെൽഷ്യസ്. -40 ഡിഗ്രി സെൽഷ്യസിൽ സെൻറ്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം. ഉത്തരം സി പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ്. അതായത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ ഒരു സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്ക് ആനുപാതികമായിരിക്കും. ഒരു വൈദ്യുത കാന്തിക തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതിനാണ് മാറ്റമില്ലാത്തത്? ഉത്തരം എ ആവൃത്തി. ചന്ദ്രയാൻ 3 റോവർ താഴെ പറയുന്നവയിൽ ഏതിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു? ഉത്തരം ഡി എയും സിയും, അതായത് ഓക്സിജനും സൾഫറും. അക്വറീജിയ ഏതിൻ്റെ മിശ്രിതമാണ്? ഉത്തരം സി HCl,
HNO3. വാഷിംഗ് സോഡയുടെ രാസസൂത്രവാക്യം ആണ് Na2CO3 10H2O. വാഷിംഗ് സോഡയുടെ രാസസൂത്രം ഉത്തരം ബി Na2CO3 10H2O. സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹം ഉത്തരം ബി അലുമിനിയം. ദ്രവ്യത്തിൻ്റെ അറ്റോമിക സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ആര്? ഉത്തരം ഡി ജോൺ ഡാൾട്ടൺ. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത ആരാണ്? ഉത്തരം സി വാങ്കിരി മാതേയ്. ദി സിറ്റാഡൽ എന്ന നോവലിൻ്റെ രചയിതാവ് ഒരു ഡോക്ടറാണ്. ആരാണ് ഈ നോവലിൻ്റെ രചയിതാവ്? ഉത്തരം ഡി A.J. ക്രോണിൻ. A.J. ക്രോണിൻ എഴുതിയിട്ടുള്ള നോവലാണ് ദി സിറ്റാഡൽ. കേരളത്തിലെ ഏതു ജില്ലയിൽ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണ് അലാമിക്കളി? ഉത്തരം ഡി കാസർഗോഡ്. സൂക്ഷിച്ചു നോക്കൂ, കവിതയല്ലാതെന്തുണ്ട് ഭൂമിയിൽ? എല്ലാറ്റിലും കവിത ദർശിച്ച ഈ മഹാകവി ആരാണ്? ഉത്തരം പി കുഞ്ഞിരാമൻ നായർ. 2023 പുറത്തിറങ്ങിയ ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ആരാണ്? ഉത്തരം എ എബ്രഹാം വർഗീസ്. ഇനി മാത്സിലെ ക്വസ്റ്റ്യൻസ് ആണ്. 0.01 എത്ര ശതമാനമാണ് 0.001? ഉത്തരം ബി 10%. 15-3-4-5 = 25. ഇതിൽ ചേർക്കേണ്ട ശരിയായ ചിഹ്നങ്ങൾ ഏത്? ഉത്തരം എ ഹരിക്കണം പ്ലസ് ഇൻറ്റു. ഒരു സ്കൂളിലെ ആകെ കുട്ടികളുടെ 55% പെൺകുട്ടികളും ബാക്കി ആൺകുട്ടികളുമാണ്. പെൺകുട്ടികളിൽ 90% കുട്ടികളും ആൺകുട്ടികളിൽ 80% കുട്ടികളും വാർഷിക പരീക്ഷയ്ക്ക് ജയിച്ചു. ആ സ്കൂളിൽ മൊത്തം 1600 കുട്ടികൾ ഉണ്ടെങ്കിൽ തോറ്റ കുട്ടികൾ എത്ര ശതമാനമുണ്ട്? ഉത്തരം എ 14.5%. 156:182:182. ഉത്തരം ഡി 306. ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കാനുള്ള ക്വസ്റ്റ്യനാണ്. അരുണും കണ്ണനും ഒരു നിശ്ചിത സ്ഥലത്തേക്ക് ബൈക്കുകളിൽ യാത്ര പുറപ്പെടുന്നു. അരുൺ മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിലും കണ്ണൻ മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിലുമാണ് സഞ്ചരിക്കുന്നത്. അരുൺ കണ്ണനേക്കാൾ 3 മണിക്കൂർ മുൻപ് ലക്ഷ്യസ്ഥാനത്തെത്തിയാൽ എത്ര ദൂരമാണ് അവർ സഞ്ചരിച്ചത്? ഉത്തരം സി 360 കിലോമീറ്റർ. ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ടീച്ചർ എന്നത് WCDAKCU ആണെങ്കിൽ സ്റ്റുഡൻറ് എന്ന വാക്കിൻ്റെ കോഡ് എന്ത്? ഉത്തരം ബി VRXBHLW. 3:0.25 ഇൻറ്റു 7:0.25 ഇൻറ്റു 16:0.49 ഹരിക്കണം 21:0.25 ഇൻറ്റു 16:0.24. അതിൻ്റെ ഉത്തരം എന്താണെന്ന് ചോദ്യം. ഉത്തരം എ 2. 45 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുരാകൃതിയിലുള്ള ഒരു ലോഹത്തകിടിൽ നിന്നും 9 സെൻറ്റിമീറ്റർ വശമുള്ള എത്ര ചെറിയ സമചതുര തകിടുകൾ ഉണ്ടാക്കാം? ഉത്തരം ഡി 25. ഒരു ക്ലോക്കിൽ സമയം 12:20 ആകുമ്പോൾ സൂചികൾ തമ്മിലുള്ള കോണളവ് എത്ര? ഉത്തരം ഡി 110 ഡിഗ്രി. ഒരാൾ വീട്ടിൽ നിന്നും കിഴക്കോട്ട് യാത്ര ആരംഭിച്ചു, പിന്നീട് വലത്തോട്ടും അതിനെ തുടർന്ന് വീണ്ടും വലത്തോട്ടും തിരിഞ്ഞ് യാത്ര തുടർന്നാൽ ഏതു ദിക്കിലേക്കായിരിക്കും അയാൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നത്? ഉത്തരം സി പടിഞ്ഞാറോട്ട്. ഇനി ഇംഗ്ലീഷാണ്. ലെറ്റ്സ് ഗോ ഫോർ എ മൂവി ഡാഷ്. ഉത്തരം ബി ഷാൾ വി. ഐ വെൻറ്റ് ടു ഡാഷ് നാഷണൽ പാർക്ക് യെസ്റ്റർഡേ.
ഉത്തരം സി ദ. ഐ വെന്റ് ടു ദ നാഷണൽ പാർക്ക് യെസ്റ്റർഡേ. സിദ്ധാർത്ഥ് ഈസ് എ സ്ട്രൈറ്റ് ആരോ. ചൂസ് ദ കറക്റ്റ് ഇഡിയം ഫോർ ദ വേർഡ് അണ്ടർലൈൻഡ്. സ്ട്രൈറ്റ് ആരോ എന്നുള്ള ഇഡിയന് കറക്റ്റായിട്ടുള്ള സ്ട്രൈറ്റ് ആരോ എന്നുള്ള വേർഡിന് കറക്റ്റായിട്ടുള്ള ഇഡിയം ഏതാന്ന് കണ്ടെത്തുക വേണ്ടത്. ഉത്തരം എ എൻ ഓണസ്റ്റ് ആൻഡ് ട്രസ്റ്റ് വേർതി പേഴ്സൺ. സ്ട്രൈറ്റ് ആരോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഓണസ്റ്റ് ആൻഡ് ട്രസ്റ്റ് വേർതി പേഴ്സൺ എന്നാണ്. ഇഫ് യു വർക്ക് ഹാർഡ് ഡാഷ്. ഉത്തരം ബി യു വിൽ സക്സീഡ്. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ സക്സീഡ്. ഫോക്സ് പാസ് മീൻസ് ഡാഷ്. ഉത്തരം എ എൻ എംബ്രേസിംഗ് ഓർ ടാക്ട്ലെസ് ആക്ട് ഓർ റിമാർക്ക് ഇൻ എ സോഷ്യൽ സിറ്റുവേഷൻ. ചൂസ് ദ കറക്റ്റ് സ്പെല്ലിംഗ്. ഉത്തരം ബി യു ഡാഷ് ഒബേ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. യു ഡാഷ് ഒബേ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഉത്തരം ഡി മസ്റ്റ്. യു മസ്റ്റ് ഒബേ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. നൈദർ സാം nor റാം ഈസ് പ്രസൻറ്റ്. നൈദർ സാം ഓർ റാം ഡാഷ് പ്രസൻറ്റ്. അവിടെ ചേർക്കേണ്ടത് ഉത്തരം എ ഈസ്. രാഹുൽ സെഡ് ഐ ലിവ് ഇൻ ചെന്നൈ. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. രാഹുൽ സെഡ് ദാറ്റ് ഹി ലിവ്ഡ് ഇൻ ചെന്നൈ. ഉത്തരം എ ആണ്. സിനോണിം ഫോർ ദ വേർഡ് പ്രിപ്പോസ്റ്ററസ്. ഉത്തരം എ കോൺട്രറി ടു റീസൺ ഓർ കോമൺ സെൻസ്, അട്ടർലി അബ്സേർഡ്. അടുത്തത് മലയാളമാണ്. കുലം കൂലം ശരിയായ അർത്ഥ ജോഡി ഏത്? ഉത്തരം എ വംശം തീരം. കുലം എന്ന് പറഞ്ഞാൽ വംശം, കൂലം എന്ന് പറഞ്ഞാൽ തീരം എന്നാണ് അർത്ഥം. ജാമാതാവ് എന്ന പദത്തിൻ്റെ അർത്ഥം. ഉത്തരം ഡി മരുമകൻ. ശരിയായ വാക്യം ഏത്? ഉത്തരം ബി ഞാൻ എത്ര താമസിച്ചു കിടന്നാലും കൃത്യമായി ഉണരും. NOC നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഇതിന് തത്തുല്യമായി ഉപയോഗിക്കാവുന്ന പദം. ഉത്തരം ബി നിരാക്ഷേപപത്രം. അലംഭാവം എന്ന പദത്തിൻ്റെ അർത്ഥം. ഉത്തരം എ മതിയെന്നുള്ള ഭാവം. അലംഭാവം എന്ന് പറഞ്ഞാൽ മതിയെന്നുള്ള ഭാവമാണ്. ആർദ്രം എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? ഉത്തരം സി നനവുള്ള. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ആദേശസന്ധിക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? ഉത്തരം ബി വിണ്ണാറ്. ഋഷികളെ സംബന്ധിച്ച ഇതിൻ്റെ ഒറ്റപ്പദം. ഉത്തരം സി ആർഷ. ഋഷികളെ സംബന്ധിച്ച എന്നതിൻ്റെ ഒറ്റപ്പദം ആർഷ എന്നാണ്. സർക്കുലർ എന്ന പദത്തിനു പകരം പ്രയോഗിക്കാവുന്ന ഭാഷാപദം ഏത്? ഉത്തരം ബി പരിപത്രം. സർക്കുലർ എന്ന് പറഞ്ഞാൽ പരിപത്രം എന്നാണ് അർത്ഥം. വൃദ്ധി എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? ഉത്തരം ഡി ക്ഷയം. ജീവപര്യന്തം തടവുകാരെ പാർപ്പിക്കുന്ന ജയിൽ. ഉത്തരം ഡി സെൻട്രൽ ജയിൽ. കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം പണി കഴിപ്പിച്ച ആദ്യ സെൻട്രൽ ജയിൽ. ഉത്തരം സി തവനൂര്. സെൻട്രൽ ജയിൽ ജോയിൻ്റ് സൂപ്രണ്ടിന് സമാനമായ തസ്തിക. ഉത്തരം ബി വനിതാ ജയിൽ സൂപ്രണ്ട്. നെട്ടുകാൽ തേരി തുറന്ന ജയിൽ രൂപീകരിച്ച വർഷം. ഉത്തരം ബി 1962. കേരള സംസ്ഥാനത്തെ ഏക വനിതാ തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ല. ഉത്തരം ഡി തിരുവനന്തപുരം. കേരള ജയിൽ വകുപ്പിലെ സംസ്ഥാന പബ്ലിക് വിവരാവകാശ ഓഫീസറിൻ്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ. ഉത്തരം ബി PA2D GP.
2005 വിവരാവകാശ നിയമത്തിൻ്റെ രണ്ടാം പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഡി. വിജിലൻസ്. വിവരാവകാശ നിയമപ്രകാരം സാധാരണയായുള്ള വിവരാവകാശ അപേക്ഷയ്ക്ക് മേൽ മറുപടി നൽകുന്നതിനുള്ള പരമാവധി സമയം. വിവരാവകാശ നിയമപ്രകാരം സാധാരണയായുള്ള വിവരാവകാശ അപേക്ഷയ്ക്ക് മേൽ മറുപടി നൽകുന്നതിനുള്ള പരമാവധി സമയം. ഉത്തരം സി. 30 ദിവസം. വിവരാവകാശ നിയമപ്രകാരം വിവരം വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത്. വിവരം പരസ്യപ്പെടുത്തേണ്ടെന്ന കോടതി വിധിയുള്ളവ. ഉത്തരം എ ആണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും വിവരാവകാശ കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നതിനുള്ള ശുപാർശകൾ തയ്യാറാക്കുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടാത്തത് ആര്? ഉത്തരം എ. വൈസ് പ്രസിഡന്റ്. 1993 ദേശീയ മനുഷ്യാവകാശ നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിക്കുന്നത് ആര്? ഉത്തരം എ. സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ്. 1993 ദേശീയ മനുഷ്യാവകാശ നിയമത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ച് നിർവചിക്കുന്ന വകുപ്പ് ഏത്? ഉത്തരം ബി. വകുപ്പ് 2(1)(c). ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക പ്രത്യേക റിപ്പോർട്ടുകൾ ആർക്കാണ് സമർപ്പിക്കുന്നത്? ഉത്തരം സി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖ ഏത്? ഉത്തരം ബി. അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രിക. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ മെമ്പറായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ അധികാര കാലയളവ്. ഉത്തരം എ. 3 വർഷ കാലയളവ്. പുനർനിയമന യോഗ്യതയുണ്ട്. മനോവിശ്ലേഷണ സിദ്ധാന്ത സ്ഥാപകൻ. ഉത്തരം ബി. 1 സിഗ്മണ്ട് ഫ്രോയിഡ്. താഴെ പറയുന്നവയിൽ മാനസിക സമ്മർദ്ദത്തിൻ്റെ അന്തർമുഖമായ ലക്ഷണം ഏത്? ഉത്തരം ഡി. 2 ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട്. താഴെ പറയുന്നവയിൽ ഉത്കണ്ഠയുടെ ശാരീരികമായ ലക്ഷണം ഏത്? ഉത്തരം എ. 4 വർദ്ധിച്ച ഹൃദയമിടിപ്പ്. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ഉത്തരം സി. ഹൊവാർഡ് ഗാർഡ്നർ. മാസ്ലോ ആവിഷ്കരിച്ച ആവശ്യങ്ങളെക്കുറിച്ചുള്ള ശ്രേണി സിദ്ധാന്തപ്രകാരം ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആവശ്യം. ഉത്തരം ഡി. 3 ആത്മസാക്ഷാത്കാര ആവശ്യം.